നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ നാട്ടിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അയർലൻഡിൽ നിന്ന് ഞാൻ അവൻ്റെ വൈക്കത്തപ്പനെക്കാളും ഇങ്ങനെ ഓടി ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒരു പഴം കിട്ടി. ആദ്യമായിട്ടാട്ടോ എനിക്ക് പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ഇങ്ങനെ പഴമൊക്കെ കിട്ടുന്നത്. പിന്നെ ഞാൻ നേരെ ഓടിപ്പോയത് നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാനാണ്. ഇത് ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു ചെവിയിൽ ഇങ്ങനെ മൂടി ഇപ്പുറത്തെ ചെവിയിൽ നമ്മളിങ്ങനെ പറയും. അത് നടക്കുമെന്നാണ് ഐതിഹ്യം. എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനും അപ്പൂപ്പനും കൂടിയാണ് വൈകുന്നേരം വൈക്കത്തമ്പലത്തിലൊന്ന് തൊഴാൻ പോയത്. അങ്ങനെ 4 സ്ഥലത്തും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രദക്ഷിണം വെച്ച് വൈക്കത്തപ്പൻ്റെ ഫ്രണ്ട് വന്ന് നിന്ന് ആ ആഗ്രഹങ്ങൾ ഒന്നോടെയും പറയുമ്പോൾ അത് സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഇന്ന് എനിക്ക് കഞ്ഞി കുടിക്കാൻ ഭയങ്കര മോഹം. അപ്പോൾ ഞാൻ 8 മണി വരെയും കാത്തിരുന്ന് അങ്ങനെ ക്യൂ നിന്ന് കഞ്ഞി കിട്ടിയിരിക്കുന്നു. അങ്ങനെ ആ കഞ്ഞിയുടെ കൂടെ പയറും അച്ചാറും കൂടി കൂട്ടി എൻ്റെ വയറ് നിറഞ്ഞ് നമ്മുടെ ഒന്നോടെ വൈക്കത്തപ്പൻ്റെ ഫ്രണ്ടിൽ ചെന്ന് എല്ലാത്തിനും നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായി പിന്നെ